21 ദിവസം നീണ്ട തിരച്ചിൽ ഒടുവിൽ ഒരു നാടിന്റെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോൽ അർജുന്റെ ലോറി ഇന്നലെ കണ്ടെത്തി. ഒരു മൃതദേഹത്തോടു കൂടിയാണ് ലോറി കണ്ടെത്തിയിരുന്നത്. കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് ജൂലൈ 8-നാണ് അർജുൻ ലോറിയുമായി യാത്ര ആരംഭിക്കുന്നത്. മലപ്പുറത്തെ കോട്ടക്കലിൽ നിന്ന് കല്ലുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക്, അവിടെ നിന്ന് കുശാൽ നഗറിലെത്തി കാറ്റാടി മരത്തടി കയറ്റി നേരെ ബലഗാവിയിലേക്ക്, അവിടെ മരത്തടി ഇറക്കി ബലഗാവിയിലെ രാനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തടി കയറ്റി മടക്കയാത്ര. 16-ന് പുലർച്ചെയോടെ പൽവേൽ കന്യാകുമാരി ദേശീയപാതയിലുള്ള ഷിരൂരിലെത്തി. പക്ഷേ അർജുന്റെ ലോറി ഷിരൂർ കടന്നില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാതയുടെ മറുവശം ഗംഗാവലി പുഴയാണ്. മണ്ണിടിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകിപ്പോയി. ആളുകൾ പെട്ടിട്ടുണ്ടെന്ന് സംശയമുണർന്നതോടെ അന്ന് തന്നെ തിരച്ചിൽ ആരംഭിച്ചു. പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വൈകിട്ടോടെ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 2 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ പിന്നെയും 3 മൃതദേഹങ്ങൾ കൂടി. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും അർജുൻ അപകടത്തിൽപ്പെട്ടെന്ന വിവരം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെ ഒരുപാട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ലോറിയും മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. ലോറിയുടെ ഡ്രൈവറായിരുന്ന അർജുന്റേതാണ് മൃതദേഹമെന്ന് ഉത്തര കന്നഡ SP അറിയിച്ചു. 3-ാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗംഗാവലിപ്പുഴയുടെ 12 മീറ്റർ താഴ്ചയിൽ നിന്ന് ഉയർത്തിയെടുത്ത ലോറിയുടെ ക്യാബിൻ നിലവിൽ കരയോടടുപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തകർന്ന നിലയിലാണ് ക്യാബിനുള്ളത്.